നോമ്പ് ചിന്ത 27-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. മറികടക്കേണ്ട ശൈത്യകാലം. ദീർഘനാൾ പ്രത്യേക സാഹചര്യം കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെന്ന് കരുതട്ടെ. പ്രാർത്ഥനാ ജീവിതവും മരവിച്ച മട്ടാണ്. ജീവിത പ്രതിസന്ധി രൂക്ഷമായപ്പോഴെല്ലാം ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ദൈവവുമായുള്ള ഒരു വൈകാരിക ബന്ധം തന്നെ മുറിയപ്പെട്ടതായി തോന്നുന്ന സമയം. അങ്ങനെ ദൈവത്തിൽ നിന്ന് നമ്മൾ എത്ര അകന്നു പോയാലും തിരിച്ചു വരാൻ അവസരമുണ്ട്. ഇതിന് ചിലർക്ക് അവരുടെ പൂർവികരുടെ പ്രാർത്ഥനയോ ബന്ധുക്കളുടെയും ഉറ്റവരുടെയും ഉടയവരുടെയും മധ്യസ്ഥ പ്രാർത്ഥനയോ സഹായകമായേക്കാം. അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ ആത്മാവിലെ അജ്ഞാതമായ ഒരു ആകർഷണം കൊണ്ടോ തങ്ങളുടെ പഴയ ദൈവാനുഭവങ്ങൾ ഇപ്പോഴും പച്ചകെടാതെ നിൽക്കുന്നത് കൊണ്ടോ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാം. മറ്റു ചിലപ്പോൾ ഒരു ധ്യാനപ്രസംഗം കേട്ടതുകൊണ്ടോ ദൈവവചനം ശ്രവിച്ചതുകൊണ്ടോ മനുഷ്യർ തിരിച്ചു വന്നേക്കാം. ഇങ്ങനെ തിരിച്ചു വന്നാൽ എല്ലാം പൂർത്തിയായെന്ന് കരുതരുത്. അതിനുശേഷവും ചിലപ്പോൾ ആത്മീയമായ ഒരു ശൈത്യകാലം അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം പെട്ടെന്ന് ഉത്തരം നൽകണമെന്നില്ല. ദൈവാനുഭവത്തിലേക്ക് പെട്ടെന്ന് വരണമെന്നും നിർബന്ധമില്ല. അതിൻ്റെ കൂടി പൊരുളറിയാൻ ധൂർത്തപുത്രൻ്റെ കഥയുടെ പുനർവായന നമ്മെ സഹായിക്കും. നേരത്തെ കണ്ടതുപോലെ നിരവധി ഏറ്റുപറച്ചിലുകളുമായിട്ടാണ് അവൻ തിരിച്ചു വരുന്നത്. അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഞാൻ എഴുന്നേറ്റെൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അങ്ങയോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുന്നിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ലൂക്ക 15:18-19. ആ പിതാവ് അവനെ കാത്തിരുന്നത് പോലെ അടുത്തു വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. ഹൃദയംഗമമായി സ്വീകരിക്കുന്നു. അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുന്നു. മകനായി നിലനിർത്തുന്നതിൻ്റെ സൂചനയായി കയ്യിൽ വളകൾ ധരിപ്പിക്കുന്നു, കാലിൽ ചെരുപ്പിടിയിക്കുന്നു. പക്ഷേ അവനോടൊന്നും സംസാരിക്കുന്നില്ല എന്നതാണ്. അപ്പൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നു, പക്ഷേ മകനോടുള്ള സംഭാഷണം ഉടനെ പുനഃസ്ഥാപിക്കുന്നില്ല. സംഭാഷണം പുനഃസ്ഥാപിക്കാത്തിടത്തോളം കാലം നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടും. മാനസാന്തരപ്പെടാം, ദൈവത്തിലേക്ക് മടങ്ങി വരാം. അപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒരു വരൾച്ചയെ നേരിടുന്നതായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ സമയം പതറരുത്. നമ്മൾ പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളുമായി സത്യസന്ധമായി മുന്നോട്ട് പോകണം. പതുക്കെ പതുക്കെ ദൈവം തൻ്റെ ആത്മബന്ധത്തിൻ്റെ പടിവാതിൽ തുറക്കും. പ്രാർത്ഥിക്കാനുള്ള വരപ്രസാദം പുനഃസ്ഥാപിച്ച് ദൈവം നമ്മെ സഹായിക്കുന്നതുവരെ ആ പ്രായശ്ചിത്ത പ്രവർത്തികൾ തുടരുന്നതാണ് നല്ലത്. ഇതാണ് ധൂർത്തപുത്രൻ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന പ്രധാന സന്ദേശം. മൗനിയായ അപ്പനും അതേസമയം തന്നെ വാചാലനായ ധൂർത്തപുത്രനും ഉൾപ്പെടുന്ന ഉപമയിലെ ഈ സന്ദേശം കണക്കിലെടുത്ത് ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ മുതൽ മുടക്കാം.